എന്താണ് ഈ ജീവിതം എന്നതിനെ കുറിച്ച് മാനവരാശി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ ദുനിയാവ് എന്നത്? ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും, ഇവിടെ പ്രതിസന്ധികൾ ഉണ്ടാകും. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബുലുവന്നകും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ചില ആളുകൾക്ക് അല്ലാഹു ഭയം നൽകും, ചില ആളുകൾക്ക് അല്ലാഹു പേടി നൽകും. അത് ജിന്ന് കൂടിയതാണ്, ജിന്നിറക്കാൻ കൊണ്ടുപോകാം എന്നല്ല പറയേണ്ടത്, അതൊരു പരീക്ഷണമാണ്. വൽ ജൂഇ, ചില ആളുകൾക്ക് വിശപ്പ് നൽകും. വനഖസിൻ മിനൽ അംവാലി, സാമ്പത്തികമായ നഷ്ടമുണ്ടാകും. അപ്പോ ബേജാറാകണ്ട. ബാപ്പ കച്ചവടം തുടങ്ങി, വെല്ലിപ്പ കച്ചവടം തുടങ്ങി, മകൻ കച്ചവടം തുടങ്ങി, കച്ചവടങ്ങൾ ശരിയായി കിട്ടുന്നില്ല. എന്താണ്? അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. നിരന്തരമായ മരണങ്ങൾ ഉണ്ടായി. മരണങ്ങൾ ഉണ്ടാകുമ്പോൾ അടുത്തുള്ള ഉസ്താദിനെ വിളിച്ചു കൊണ്ടുവന്ന് പറയുന്നു, എന്താണ് ഇവിടെ മരണം നടക്കാനുള്ള കാരണം? അപ്പൊ ഉസ്താദ് വീട്ടിലേക്ക് വന്നു. ഉസ്താദ് വീട്ടിലേക്ക് വന്ന് പറയാണ്, ഇതിന്റെ കിടപ്പ് ശരിയല്ല, വീടിന്റെ. അങ്ങനെയാണ്, കിടപ്പ് ശരിയല്ല. ചാലിശ്ശേരി ആറ്റക്കോയത്തങ്ങൾ എന്നൊരു മനുഷ്യന്റെ, ഒരു സമസ്ത പുരോഹിതന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക വാസ്തുശാസ്ത്രം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ കന്നിമൂല എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വാസ്തുപുരുഷൻ എന്നാൽ എന്താണ്? ഇതൊരു ഹൈന്ദവ വിശ്വാസമാണല്ലോ. വാസ്തുപുരുഷൻ എന്നത് ഒരു ഹൈന്ദവ വിശ്വാസമാണ്. കന്നിമൂല നോക്കിക്കൊണ്ട് വീട് കയറ്റുക എന്നത് ഒരു ഹൈന്ദവ വിശ്വാസമാണ്. ആ വിശ്വാസം ഹൈന്ദവർക്കാകാം, എന്നാൽ മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്നു. അവരുടെ വിശ്വാസമാണ്, അവർക്ക് അതനുസരിച്ചു കൊണ്ട് പോകാം. പക്ഷെ ഇസ്ലാമിലേക്ക് ഈ വിശ്വാസം കടന്നു വന്നു. എത്ര വിശ്വാസങ്ങൾ കേരളക്കരയിലേക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ കടന്നു വരാനുള്ള കാരണം പറയുന്നത്, മുസ്ലിങ്ങളായി കുറെ ആളുകൾ കടന്നു വന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജാതീയതയുടെ പേരിൽ അവർ ഇസ്ലാം പഠിച്ചിട്ട് വന്നതല്ല, എന്താണ് ഖുർആൻ എന്ന് പഠിച്ചിട്ട് വന്നതല്ല. ഇവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, മാലിക് ബിൻ ദീനാറും കൂട്ടരും വന്നു. അവർ ഇവരെ ചേർത്തു പിടിച്ചു. അവരുടെ കൂടെ ദ്വിഭാഷികൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇവര് എല്ലാവരും അഗണ്യമായി തള്ളിക്കളഞ്ഞ മനുഷ്യരുടെ അടുത്തുപോയി, താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരുടെ അടുത്തുപോയി ഭക്ഷണം കഴിച്ചു, അവർക്ക് ഭക്ഷണം കൊടുത്തു, അവരുടെ കൂടെ വെള്ളം കുടിച്ചു. അപ്പോൾ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് വല്ലാത്ത ഒരു അഭിമാനമുണ്ടായി. അങ്ങനെ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കടന്നു വന്നപ്പോൾ കുറെ അന്ധവിശ്വാസങ്ങളും അവർ കൊണ്ടുവന്നു. ആ അന്ധവിശ്വാസങ്ങൾ ഇന്നും മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വരുന്നു. ആ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് ഇവിടെ പുരോഹിതന്മാർ ചൂട്ടുപിടിക്കുന്നു. ഇന്ന് ഈ സമൂഹം അനുഭവിക്കുന്നത് അതാണ്. അപ്പോ വീടിന്റെ വാസ്തുശാസ്ത്രം, അതിന്റെ കന്നിമൂല, അതിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അന്ധവിശ്വാസങ്ങളിലേക്ക് ആളുകൾ പോകുന്നു. അപ്പൊ മരണത്തിന്റെ കാരണം അതാണ്. ഖുർആൻ പറയാ, അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. വബശ്ശിരി സ്വാബിരീൻ, അതുകൊണ്ട് ക്ഷമാലുകൾക്ക് പ്രവാചകരെ നീ സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു മുസീബത്ത് ഒരു മനുഷ്യന് ബാധിച്ചാലും ആ മനുഷ്യൻ പറയേണ്ടത്, ഈ ദുനിയാവ് എന്നത് വളരെ നിസ്സാരമാണ്, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങളുടെ മടക്കവും അള്ളാഹുവിലേക്കാണ്, ക്ഷമിച്ചാൽ അതിന് സ്വർഗമുണ്ട്. പ്രയാസം വരുമ്പോ, ദുരിതങ്ങൾ വരുമ്പോ, കഷ്ടപ്പാടുകൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം വിവിധ ജാറങ്ങളിലൂടെ, മഖബറകളിലൂടെ കറങ്ങി നടക്കുന്ന ഒരു സമുദായമായി മുസ്ലിം സമുദായം